ശാന്തി. മനുഷ്യന്മാരുടെ മനസ്സിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ഊർജമില്ലാതെ വരുമ്പോൾ, അഥവാ എനിക്കെന്ത് ചെയ്യണം എന്നതായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ വരുമ്പോൾ, പലപ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളിൽ അലഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അലഞ്ഞു നടക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് മനസ്സ് പോയാൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് ഉദാസീനത. ചെയ്യണം തോന്നും, പിന്നെ ചെയ്യാമെന്ന് മാറ്റി വയ്ക്കാൻ തോന്നും, അവിടെ ഇരിക്കും. ഇന്ന് ഈ കാര്യം ചെയ്യണം തോന്നും, പുറത്തിറങ്ങണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇന്നല്ല നാളെ ആവാം തോന്നും. അങ്ങനെ ഉദാസീനത കാര്യങ്ങളെ മാറ്റിവെക്കാനും ആ മാറ്റിവെച്ച് അവസാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് മനസ്സിൻ്റെ ഒരു ദുഃഖകാരണമായിട്ട് മാറും. പലപ്പോഴും അത്തരം ദുഃഖങ്ങൾ മനുഷ്യൻ്റെ ഡിപ്രഷനിലേക്കും നയിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ അതിനൊരു പാത കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഥവാ ഒരാൾക്ക് ഉദാസീനത അവരെ അലട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ വലിക്കുന്ന ഒരു ലക്ഷ്യം അവരവരുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തു തന്നെ ശാരീരികമായിരിക്കുന്ന അവസ്ഥകളാണെങ്കിലും, മാനസികമായ ദുഃഖങ്ങളുണ്ടെങ്കിലും, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും, ഒരു കാര്യം എനിക്ക് ചെയ്തേ തീരൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഘടകങ്ങളൊക്കെ സൈഡിലേക്കാവുകയും മനുഷ്യന്മാർ ആ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി ഏത് വിധത്തിലും പരിശ്രമിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഇന്നത് ചെയ്യണം എന്നതായിരിക്കുന്ന നിശ്ചയം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ അതിലേക്ക് തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഉറപ്പാണ്. അപ്പോൾ വലിക്കുന്ന ഒരു ലക്ഷ്യമില്ല എങ്കിൽ അത് നമ്മളെ പതുക്കെ ഉദാസീനതയിലേക്കും ആലസ്യത്തിലേക്കും നയിക്കും. ജീവിതത്തിൽ എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് നിശ്ചയിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു തീരുന്ന സമയത്ത് മനസ്സ് ഇനിയൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് സ്വയം അവനവനോട് പറയും. ആ റൂട്ടീൻ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ എനിക്ക് എന്നെ തന്നെ എനർജറ്റിക് ആക്കുന്ന, മോട്ടിവേറ്റഡ് ആക്കുന്ന, എൻ്റെ ഉള്ളിൽ ഉന്മേഷവും ഉത്സാഹവും നിറയ്ക്കുന്ന രീതിയിലുള്ളതായിട്ടൊരു ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ട് തന്നെ മനസ്സ് ഈ ഉദാസീനത എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഭവിക്കും. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര സദാ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങളായിക്കൊണ്ട്, അഥവാ ഉന്മേഷവും ഉത്സാഹവും ഊർജവും നിറഞ്ഞതായിരിക്കുന്ന നിമിഷങ്ങളായി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പരമമായിരിക്കുന്ന ലക്ഷ്യം എല്ലാ മനുഷ്യന്മാരും അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു പക്ഷേ ജീവിതം തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന രീതികൾ പലതായിരിക്കാം. ചിലർ ആധ്യാത്മികതയുടെ പാതയിൽ ആ പരമാനന്ദത്തിൻ്റെ ലോകത്ത് ജീവിച്ചുകൊണ്ട് സ്ഥൂലമായിരിക്കുന്ന സ്ഥാനം, മാനം, ധനം, ജനം ഒന്നുമില്ലാതെ തന്നെയും ആ പരമാനന്ദം അനുഭവിക്കുന്ന അവസ്ഥയിലുണ്ട്. അവർക്കും ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ആ പരമമായിരിക്കുന്ന ആനന്ദം എന്തോ അത് നേരിട്ട് അനുഭവിക്കാനുള്ളതായിരിക്കുന്ന പരിശ്രമം വേണമെന്ന്. ചിലരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ സേവനത്തെ തൻ്റെ ജീവിതമാക്കി തിരഞ്ഞെടുത്തുകൊണ്ട് അനേകർക്ക് ജീവിതത്തിൽ സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്നതിനുള്ള ആധാരമായി മാറിക്കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തെ സഫലമാക്കാൻ സഹായിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലർക്ക് തലമുറകളോളം സ്വസ്ഥമായി ജീവിക്കാനുള്ള ധനം ഞാൻ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും രീതിയിൽ തൻ്റെ ജീവിതം കൊണ്ട് ഈ ഒരു ജീവിതം ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു, അവിടെ അവസാനിച്ചു എന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ജീവിച്ചു പോയ നാളുകളിലൂടെ ഒന്നുകിൽ ഒന്നോ രണ്ടോ തലമുറയ്ക്കെങ്കിലും കൈമാറാനുള്ള എന്തെങ്കിലും ഞാൻ കൊടുത്തിട്ട് പോകണം എന്ന് നിശ്ചയിച്ചാൽ മാത്രമാണ് ഇത്തരം അവസ്ഥകളിൽ നിന്ന് മനുഷ്യന്മാർക്ക് മോചനം നേടാനായിട്ട് സാധിക്കുന്നത്. അത് മറ്റാരും നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നല്ല, മറ്റാരും നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ട ഒന്നല്ല, അത് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതായിരിക്കുന്ന ശക്തിയാണ്. ആ ലക്ഷ്യം എന്ന ശക്തി ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് അവർ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ശക്തിയായിരിക്കും. അങ്ങനെ ഒരു ശക്തി ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാനുള്ളതായിരിക്കും, പ്രവർത്തിക്കാനുള്ളതായിരിക്കും. കർമ്മം എപ്പോഴാണോ നമ്മൾ ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് സന്തോഷത്തിന് പ്രദാനം ചെയ്യും. അഥവാ ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അതും ജീവിതത്തിന് ഉന്മേഷവും ഉത്സാഹവും കൊടുക്കും. അതുകൊണ്ട് അഥവാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉദാസീനത അഥവാ മടി കയറി കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ലക്ഷ്യം കണ്ടെത്തിയിട്ടില്ല എന്നർത്ഥം.
അങ്ങനെ ലക്ഷ്യമില്ലാത്ത ജീവിതങ്ങൾ വ്യർത്ഥമായി ഒഴുകുകയും ആ വ്യർത്ഥത മനുഷ്യൻ്റെ മനസ്സിന് ദുഃഖവും അശാന്തിയും ടെൻഷനും ഡിപ്രഷനും അഥവാ മറ്റു പലർക്ക് മോശമായിരിക്കുന്ന സ്വഭാവ സംസ്കാരങ്ങളിലേക്ക് പരിവർത്തനമാകുന്നത് ഇങ്ങനെ പലതും സംഭവിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഈ നാളുകൊണ്ട് പരമാത്മ ഈ സൃഷ്ടിയിലേക്ക് മനുഷ്യന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് ഓരോ ജീവാത്മാവിനും അവനവൻ്റെതായിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും, അവനവൻ്റെതായിരിക്കുന്ന ഒരു ടാലൻ്റ് ഉണ്ടായിരിക്കും, അവനവൻ്റെതായിട്ടുള്ള ജീവിത ഉദ്ദേശം ഉണ്ടായിരിക്കും. അതെന്തെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഓരോ മനുഷ്യന്മാരുടെയും സ്വയം അവനവൻ്റെ ഉത്തരവാദിത്വമാണ് അഥവാ സ്വധർമ്മമാണ്. ആ ധർമ്മം എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഉദാസീനത നമ്മളെ ആക്രമിക്കാവുന്ന അവസ്ഥ വരില്ല. എന്തൊക്കെ ഉണ്ടാവാം നോക്കിക്കോളൂ, ജീവിതത്തിൽ ലക്ഷ്യത്തിൽ മുന്നേറുന്നവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ കൂടുതൽ തരണം ചെയ്യേണ്ടതാണ് വരുന്നത്. പക്ഷേ ലക്ഷ്യം അവരുടെ മുന്നിൽ അവർ കാണുന്നുണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതൊക്കെ തന്നെ എൻ്റെ വിജയത്തോട് ഞാൻ അടുക്കുകയാണ് എന്ന ആനന്ദത്തിലാണ് അവർ ജീവിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് ആ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് എത്ര വയസ്സാണോ നമുക്ക്, എവിടെയാണോ നമ്മൾ, ഇതൊന്നും യാതൊരു പ്രാധാന്യമുള്ള ഘടകങ്ങളല്ല. 4 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് ആണെങ്കിൽ പോലും ആ 4 ദിവസത്തിലും ഞാൻ എന്ത് ചെയ്തിട്ട് പോകണം എന്ന് നമുക്കറിയാമെങ്കിൽ ആ 4 ദിവസവും പരമാനന്ദമാക്കി മാറ്റാം. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ മറ്റെല്ലാത്തിൽ നിന്നും ഒരു മാറ്റി വെച്ച് ഒരു 10 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് എൻ്റെ വിശേഷത എന്താണ്, എൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അവനവനെ പരിശോധിച്ച് നോക്കണം. അഥവാ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതുവരെയുള്ളതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച ആനന്ദിച്ച നിമിഷങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടത്തിവിടാൻ നമുക്ക് പറ്റിയാൽ അവിടെയൊക്കെ നമുക്ക് കാണാം എന്തുകൊണ്ട് ഞാൻ വിജയിച്ചു, എന്തുകൊണ്ട് ഞാൻ ആനന്ദിച്ചു, എന്തുകൊണ്ട് എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ആ ഗുണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ആധാരത്തിൽ എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എന്തെന്ന് സ്വയം നമ്മൾ ലിസ്റ്റ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ എൻ്റെ സുഖം മാത്രമല്ല എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കുള്ളതായിരിക്കുന്ന സുഖം എന്തായിരിക്കണം എന്ന് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയ അധികം വൈകാതെ ഓരോ നിമിഷവും നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടവരായി മാറും. നിങ്ങളുടെ ശ്വാസം മറ്റുള്ളവർ നിങ്ങൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെ എല്ലാവരും വേണമെന്ന് പറയും. നിങ്ങളുടെ ഓരോ നിമിഷവും സാർത്ഥകമായി മാറാൻ തുടങ്ങും, വാല്യുബിളായി മാറാൻ തുടങ്ങും. എനിക്ക് സമയം പോരാന്ന് വിചാരിക്കാൻ തുടങ്ങും. അവിടെ ജീവിതത്തിൽ ഉന്മേഷവും ഉത്സാഹവും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരികയായി ജീവിതം ആനന്ദഭരിതമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൻ്റെ ഓരോ ജീവിക്ക് പോലും നോക്കിക്കോളൂ, ഒരു ഉറുമ്പിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു ധർമ്മം, ഒരു തേനീച്ചയാണെങ്കിൽ നോക്കിക്കോളൂ അത് അതിൻ്റെതായിട്ടുള്ള ധർമ്മം. ഓരോ ജീവികളും അവനവൻ്റെതായിട്ടുള്ള ധർമ്മത്തോടു കൂടി ഭൂമിയിലേക്ക് വരുന്നു. ആ കർമ്മത്തെ ചെയ്തുകൊണ്ട് അതിൽ ആനന്ദം അനുഭവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ധർമ്മം എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൽ കർമ്മം ചെയ്തുകൊണ്ട് ആനന്ദിക്കാനുള്ളതാണ് മനുഷ്യൻ്റെ ഈ ജീവിതം ഭഗവാൻ നമുക്ക് തന്ന ഗിഫ്റ്റ്. അതുകൊണ്ട് ഉദാസീനതയെ മാറ്റാൻ വേണ്ടി അഥവാ എന്തെങ്കിലും കാര്യങ്ങളുടെ ദുഃഖത്തിൻ്റെ അഥവാ പ്രശ്നം കൊണ്ട് ഒരു മൂടൽ മഞ്ഞ് പോലെ ഉദാസീനത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇപ്പം തന്നെ അതിനു വേണ്ടി മാറ്റാൻ വേണ്ടി ചിന്തിക്കണം. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തിരിച്ചറിയണം, നമ്മുടെ കപ്പാസിറ്റി എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്തെന്ന് നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ ജീവിതം കൊണ്ട് അനേകരുടെ ജീവിതത്തെ സഫലമാക്കാനുള്ള യാത്ര ആരംഭിക്കണം. എങ്കിൽ ഇത്രയും സുഖകരമായിരിക്കുന്ന ജീവിതം എനിക്ക് മതിയായില്ലാതെ നമുക്ക് തോന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും ഉദാസീനത വരില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങളെ അഥവാ ആർക്കെങ്കിലും ഉദാസീനത ബാധിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ എനിക്ക് എൻ്റെ ലക്ഷ്യം തീർന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്നുകൂടെ പരിശോധിച്ച് ആ പരമമായ ആനന്ദത്തിൻ്റെ പാതയിലേക്ക് യാത്ര പുറപ്പെടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.